ലോകേഷ് കനകരാജ് വാമിക ഗബ്ബി പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രം DC-യിലെ പുതിയ സോങ് ബൂംബ ഡിഗ ഡിഗ കണ്ടുനോക്കാം വാ. ഇന്നലെ ഇതിന്റെ പ്രോമോ ഉണ്ടായിരുന്നു. സൺ പിക്ചേഴ്സ് കലാനിധി മാനൻ പ്രസൻസ് ആൻഡ് another musical and a പേര് ലോകേഷ് വാമിക അരുൺ മാത്യു DC. ആക്ച്വലി ഇതായിരുന്നു ഇന്നലത്തെ പ്രോമോ. DC ദേവ ചന്ദ്ര ഹൈസൻബർഗ് സാധനോടാ Oh, Francis. Bumbaria. 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 അതിന് മാത്രം എവിടെ നിന്നാ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്നേ? ആ ഹെയ്സൻബർഗ് ലിറിക്സിസ്റ്റ് മിക്കവാറും അത് അനിരുദ്ധ് തന്നെ ആയിരിക്കും. ആ ഹെയ്സൻബർഗ് എനിക്ക് വേറെ ഡൗട്ടൊന്നുമില്ല, അനിരുദ്ധ് തന്നെ ആയിരിക്കും. ചെറുക്കം വർണ്ണ കത്തിക്കണ് എന്തുവാടാ കാണിക്കുന്നേ? ഒരു രക്ഷയില്ല കേട്ടാ. കറക്റ്റ് ഇംഗ്ലീഷ് പാട്ട്. ഞാൻ പറഞ്ഞില്ലേ ലോകേഷ് അനി വരുമ്പോ ഇംഗ്ലീഷ് സാധനം പോലെ സാധനം വരും. അതാണിത്. ഇതാണ് പേടെ. ഇതാണ് കേട്ടോ പലയിടത്തും വേടനായിട്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേടൻ. അപ്പൊ ഇത് ജയിലർ 2-ന് വേണ്ടിയിട്ടല്ലായിരുന്നു കേട്ടാ. ഈ ബൂംബ ഡിഗഡിഗ പാട്ടിൽ പാടാൻ വേണ്ടിയിട്ടാണ് അനിരുദ്ധ് വേടൻ കോംബോ വന്നിട്ടുള്ളത്. വേടൻ മലയാളം ബൂംബാഡിഗ ബൂംബാഡിഗ ബൂംബാഡിഗ. കേട്ടാ. വയലൻസ് തന്നെ പടം. ബൂംബാഡിഗ ബൂംബാഡിഗ. ഒരു വെടി, പുട്ട്, രക്തം, ചൊറി. എന്താ വേളം കത്തിച്ചിട്ടുണ്ട്. റാപ്പ് ബൈ വേളൻ. ലിറിക്സ് ഹെയ്സൻബർഗൻ വേളൻ. ബൂംബാഡിഗ. അനിരുദ്ധ് രവിചന്ദർ ഒരു രക്ഷയില്ല കേട്ടോ. അനിരുദ്ധിന് മാത്രം എവിടെ നിന്നാ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്നേ? ബൂംബ ഡിഗ ഡിഗ ആൻഡ് ഇംഗ്ലീഷ് ലിറിക്സ് ഹെയ്സൻബർഗ് ആണ്. ഹെയ്സൻബർഗ് അനിരുദ്ധ് തന്നെയാണ്, അല്ലെങ്കിൽ ലോകേഷ്. മിക്കവാറും അനിരുദ്ധ് ആവാൻ. പ്രത്യേകിച്ച് ലോകേഷും അനിരുദ്ധും കൂടെ വരുമ്പോ ആ ഹെയ്സൻബർഗിന്റെ പാട്ടിന് കുറച്ചുകൂടെ ഓളം കൂടുകയാണ്. ഇനി രണ്ടുപേരും ഒരാള് ബെർഗർ ഒരാള്, രണ്ടുപേരും കൂടെ ആയണമെന്നും അറിഞ്ഞുകൂടും. ആൻഡ് മലയാളം റാപ്പ് വേടൻ തന്നെയാണ്. ഈ ഫോട്ടോ ആണ് കേട്ടോ വേടം പോസ്റ്റ് ചെയ്ത് അനിരുദ്ധമായിട്ടുള്ള. അത് ജയിലർ 2-നൊന്നും അല്ലായിരുന്നു. അപ്പം DC പടത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഈ റാപ്പ് പോസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. എടാ ആ പാട്ടില് BGM, ആ ഇടയിൽ വരുന്ന ആ ഒരു റാപ്പ്, ആ ഹൈസൻബർഗ്, ആ എന്ത് ലിറിക്സ് എടാ.
അത് അത് കറക്റ്റ് ഇംഗ്ലീഷ് പാട്ട്. അതിന് ഇതിൽ ഹാങ് ഓവാലും അനിരുദ്ധ് ഇംഗ്ലീഷ് പാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പടം മുഴുവൻ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും, ഹോളിവുഡ് ടൈപ്പ് മ്യൂസിക് ഒക്കെ ആയിരിക്കും. കാരണം ലോകേഷും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ലെവലിലേ പോകും. കാരണം ഹെയ്സൻബർഗും അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരാളാണ്. അപ്പൊ അതും കൂടെ ആകുമ്പോൾ ആ ഒരു സിറ്റുവേഷനെ കൂടാൻ സാധ്യതയുള്ളൂ. എന്നാൽ അനിരുദ്ധ് മാത്രം എന്താ ബാങ്ങർ ആഫ്റ്റർ ബാങ്ങർ ആഫ്റ്റർ ബാങ്ങർ തന്നുകൊണ്ടേയിരിക്കുന്ന, കൺസിസ്റ്റൻസി ആയിട്ട് സാധനം തന്നുകൊണ്ടേയിരിക്കുന്ന. ഇത് കത്തും, വേറെ സംശയമൊന്നുമില്ല. വേടന്റെ ഇപ്പൊ തന്നെ കത്തി കാണും. അങ്ങനെ ഹൈസൻബർഗിന്റെയും കത്തും. അടുത്ത റീൽസിലും ഷോർട്സിലും ട്രെൻഡിങ് ഹെഡ്സിലൊക്കെ ഇത് വരും, സംശയമൊന്നുമില്ല. ആൻഡ് ആ തമിഴ് പടത്തിൽ മലയാള റാപ്പ് അത് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ആ ഒരു ഇതിനു മുമ്പ് സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ റാപ്പ് ഒരു വലിയ വരുന്ന ഒരു വലിയ പടത്തിൽ, വലിയൊരു പ്രൊഡക്ഷനിൽ വരുന്ന പടത്തിൽ, വലിയൊരു മ്യൂസിക് ഡയറക്ടർ പടത്തിൽ, ആ ഒരു വലിയ ഇംഗ്ലീഷ് വരുന്ന ടൈപ്പിൽ ആ ഒരു തമിഴ് പടത്തിൽ മലയാള റാപ്പ്. ഇനിയിപ്പം കേരളത്തിൽ വല്ല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. കിടിലനായിട്ട് പാടിയിട്ടുണ്ട്, വേറെ സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട്. അനിയുടെ മ്യൂസിക് ആ ഇടയിലും ആ ഇടയിലൊരു മ്യൂസിക് ബീച്ചും. അനിരുദ്ധ് തലൈവൻ ബൂംബ ഡിഗ ഡിഗ കത്തിച്ചിട്ടുണ്ട്. തലൈവൻ വീണ്ടും കത്തിക്കും. ഇന്നലെ ജനനായകനിലെയും ഒരു അടിയേയും പൂന്തേൻ എന്നൊരു മെലഡി സോങ് പതിയെ വന്ന് പാടിയിട്ട് പോയി, എല്ലാവരെയും ഇമോഷണൽ ആക്കി. ഇപ്പൊ ബൂംബ ഡിഗ എന്നൊരു പാട്ട് റിലീസ് ചെയ്തിട്ട് എല്ലാവരും കത്തിച്ചിട്ടുമുണ്ട്. അനി വേറെ ലെവൽ ഡാമച്ചാ.